യേശുക്രിസ്തു. 7-ാമത്തെ വചനം. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. അപ്പോൾ അവൻ ഇതാ വരാൻ പോകുന്നു. മേഘങ്ങളിൽ വരാൻ പോകുന്നു. മേഘങ്ങളിൽ വരാൻ പോകുന്നു. ഹല്ലേലൂയ. മേഘങ്ങളിൽ ആഗതനാകുന്നു. ഇനി 16-ാമത്തെ വാക്യം വായിക്കാം. 16-ാമത്തെ വചനം. അവന്റെ വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അതെനിക്ക് നിങ്ങളെ കേൾപ്പിക്കേണ്ട. അവന്റെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തല വാൾ, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വാൾ. വദനം. ഓക്കെ, അത് മതി. ഈ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള എന്തോ അവന്റെ വായിൽ നിന്ന് വരുന്നുണ്ട്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളത് നമുക്കൊന്ന് ഹെബ്രായർ 4:12 ഒന്ന് വായിക്കാം. ഹെബ്രായർ 4:12. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും. ഇപ്പം വെളിപാടിൽ വായിച്ച സംഗതി ഇപ്പൊ ഇവിടെ കേൾക്കുന്നത്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിഗോഗങ്ങളെയും വിവേചിക്കുന്നതാണ്. മതി. അപ്പൊ ആ വെളിപാടിൽ കണ്ട ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയത് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി. എന്നതാ ഈ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയത്? ദൈവത്തിന്റെ വചനം. വെളിപാട് 19:13 വായിച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, ദൈവം യേശുവിന് കൊടുത്ത പേര്, അവന്റെ പേരാണ് ദൈവവചനം. അവന്റെ നാമം ദൈവവചനമെന്നാണ്. യേശുവിന്റെ പേര് ദൈവവചനമെന്നാണ്. ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്പം നമ്മൾ വായിച്ചു, യേശുവിൻ്റെ വായിൽ നിന്നും വരുന്നത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു വാളാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു വാള്, 2 വശത്തും മൂർച്ചയുള്ള ഒരു വാള്. ഒന്ന് ശരീരത്തെ കുത്തിക്കയറ്റി എങ്ങനെ ഇരിക്കും? ഇവിടെ ഇത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വാളാണ് വചനം. ആ വചനമാണ് യഥാർത്ഥത്തിൽ യേശു നമ്മളോട് സംസാരിക്കുക. ഇത് വചനം പറയുന്നത് മൂർച്ചയുള്ളതാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് മൂർച്ചയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളെ മുറിപ്പെടുത്തണം, നിങ്ങളെ വേദനിപ്പിക്കണം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോ കുഴപ്പമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കണം, നിങ്ങളോട് മാറ്റം വരുത്താൻ ആവശ്യപ്പെടണം, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തണം. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം പറയുന്നു, We have seen this day that God speaks with man. ഞങ്ങൾ ഈ ദിവസം കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നവനാണ്. ഹല്ലേലൂയ. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നവനാണ്. നമുക്കൊക്കെ പരിചയം ഈ സംസാരിക്കാത്ത ദൈവത്തെയാണ്. ഇങ്ങനെ ചുമ്മാ ഇരിക്കും, നമുക്കതാ പരിചയം. ഇവിടെ പറയുന്നു മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഈ ജീവനുള്ള ദൈവം, ഈ സംസാരിക്കുന്ന ദൈവത്തെ ഒന്ന് കേട്ടിട്ടുണ്ടോ? അവൻ സംസാരിക്കുന്നത് ആരോടാ? മനുഷ്യനോട് സംസാരിക്കുന്ന പറഞ്ഞത്. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കി, ഇന്ന് ഞങ്ങൾ കണ്ടു, ആ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവമാണ്. ആ ദൈവം സംസാരിക്കാൻ തുടങ്ങി. എബ്രായർ 1:1-2 വചനങ്ങൾ വായിച്ചു. എബ്രായർ 1:1-2. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവം സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. പൂർവകാലങ്ങളിൽ വിവിധ രീതികളിലും വിവിധ ഘട്ടങ്ങളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. എന്നാൽ ഈ അവസാന നാളുകളിൽ, അതായത് ലോകം അവസാനിക്കാൻ പോകുന്ന ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. നമ്മൾ സംസാരിച്ചിരിക്കുന്നു. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആര് വഴിയാ? പുത്രൻ വഴി. അപ്പൊ പുത്രൻ വഴി സംസാരിച്ചുകൊണ്ടിരിക്കുക. ആരും കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പിന്നെ ഈ പുത്രനെ കേൾക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്.
അവൻ്റെ വായിക്കകത്തുനിന്ന് വരുന്നത് ഇരുതല വാൾ മൂർച്ചയുള്ള വാളാണ്. അതുകൊണ്ട് അവനെ കേൾക്കാൻ പോകത്തില്ല. അവൻ സംസാരിച്ചാൽ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുണ്ട്. അതുകൊണ്ട് 2 കുത്തെങ്കിലും കിട്ടാതെ പോകല്ലേ. ചുരുങ്ങിയത് 2 കുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മൂർച്ച കൊണ്ടൊന്ന് ശരിക്കൊന്ന് മുറിപ്പെടണം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കാണിക്കാൻ പോയൊരു കാര്യം, അവൻ വാനമേഘങ്ങളിൽ വരും. വെളിപാട് പുസ്തകം മുഴുവൻ വായിച്ചാൽ, ഇനി 2-ാമത്തെ അധ്യായത്തിലേക്ക് പോയാൽ, അവൻ 7 സഭകളോട് സംസാരിക്കുക. അന്ന് 7 സഭകളോട് സംസാരിച്ചു. 7 6-നെയും കുറ്റപ്പെടുത്തി. 6-നെയും കുറ്റപ്പെടുത്തി. ഒരെണ്ണത്തിനെ മാത്രമേ കുറ്റപ്പെടുത്താതെ ഉള്ളൂ. കാരണം അവർ ശരിക്കും സഭയായിരുന്നു. അതിൻ്റെ പ്രത്യേകത, ആ സഭ യേശുക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് വചനത്തിൽ മാത്രം ജീവിച്ച് യേശുക്രിസ്തുവിനെ പ്രഘോഷിച്ച് യേശു ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റിക്കൊടുന്ന സഭയായതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിയില്ല. മറ്റതൊക്കെ യേശു പറയാത്തതും ആഗ്രഹിക്കാത്തതുമായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അതിലൊരു സഭ, കേട്ടോണേ ഹല്ലേലൂയ, ഞാൻ ഈ കോട്ടയത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ആദ്യം വന്നവരും കേട്ടു, സഭയാന്ന് പറയുന്നവരോടും കേട്ടു. ലാവോദീസിയയിലുള്ള സഭ, ലാവോദീസിയയിലുള്ള എന്നതാ സഭ. ആ സഭയോടാ പറഞ്ഞത്, നീ ചൂടോ തണുപ്പോ ഉള്ളവനെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് ചൂടുമില്ല, നിനക്ക് തണുപ്പുമില്ല, നീ മണ്ണോഷനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്നും, മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന തുപ്പിക്കളയെന്നല്ല അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹീബ്രോയിൽ വായിച്ചാൽ കാണാം, ഐ വിൽ വോമിറ്റ് യു ഔട്ട് എന്നാ. ഈ തുപ്പുന്നതും ഛർദ്ദിക്കുന്നതും വ്യത്യാസമുണ്ട്. ഇപ്പം വേണമെങ്കിൽ തുപ്പാമല്ലോ, ഇത് അങ്ങനെ ഛർദ്ദിക്കുന്നു പറഞ്ഞത്. ഛർദ്ദിക്കും എന്ന് പറഞ്ഞാൽ വയറ്റിൽ കിടക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ സഭയെന്നും പറഞ്ഞിരിക്കുന്നവരെ ഞാൻ ഛർദ്ദിച്ചു കളയുമെന്നാണ് പറഞ്ഞത്. എന്താ കാര്യം? എന്താ? മന്നോഷനാണ്. ചൂടുമില്ല, തണുപ്പുമില്ല. കർത്താവ് പറഞ്ഞത് ഛർദ്ദിച്ചു കളയുന്ന ഐ വിൽ വോമിറ്റ് യു ഔട്ട്. ഒന്ന് വായിച്ചേ ആ വെളിപാട് 3, വെളിപാട് 3:14. ഓക്കെ. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ അരുളി ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്നോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഛർദ്ദിച്ചു കളയും. വയറ്റിലുള്ളതല്ലേ ഛർദ്ദിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സഭയിലുള്ളവരെ ഛർദ്ദിക്കുന്നത്. വെളിപാട് 4, അവിടെ സ്വർഗത്തിലെ ഒരു കാഴ്ച മുൻകൂട്ടി യോഹന്നാന് കാണിച്ചു കൊടുക്കുക. സ്വർഗത്തിലെ ഒരു കാഴ്ച, വരുവാനിരിക്കുന്ന കാര്യങ്ങൾ ഭൂമിയിലുള്ള യോഹന്നാനെ കാണിച്ചു കൊടുക്കുക. യോഹന്നാന് ആ സമയത്ത് നമ്മളെ എല്ലാം പ്രതിദാനം ചെയ്തുകൊണ്ട് യേശു തൻ്റെ യഥാർത്ഥ സഭയെ എങ്ങനെ ആക്കും, എന്താക്കിയിരിക്കും, എവിടെ ആയിരിക്കും എന്നൊക്കെ മുൻകൂട്ടി യോഹന്നാനെ കാണിക്കുക. നമ്മുടെ സ്ഥാനത്ത് യോഹന്നാനെ അവിടെ എത്തിക്കുക. ആത്മാവിൽ, ശരീരം പാറ്റ്മോസ് ദ്വീപിലാണ്, സ്വർഗത്തിൽ എത്തിച്ചിട്ട് കാണിക്കുകയാണ് എൻ്റെ സഭ എവിടെയായിരിക്കുമെന്ന്.